ബോസിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. മെയിനായിട്ട് ജാസ്മിനും സിബിനും തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഇപ്പോൾ അടുത്തുണ്ടായ വിഷയം, സിബിനെ നോമിനേഷൻ ലിസ്റ്റിലോട്ട് ഇട്ടു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് സിബിന് ജാസ്മിൻ്റെ അടുത്ത് റോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാണിച്ചു. ആ ആക്ഷൻ എന്താണെന്ന് നമ്മൾ ആരും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ജാസ്മിൻ ഭയങ്കര റേസ് ചെയ്തിട്ട് നീ എന്താ കാണിച്ചെന്ന് വെച്ചാൽ സിബിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ സിബിന് അതിൽ സോറി പറഞ്ഞു. ഓൾറെഡി എനിക്ക് ഭയങ്കര പ്രഷർ കൂടിയിട്ട് ഞാൻ പ്രൊവോക്ക് ആയി പോയതാണ്, അതുകൊണ്ട് കാണിച്ചു പോയതാണെന്ന് പറഞ്ഞ് സോറി പറഞ്ഞു. എല്ലാവരോടും സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്ന സമയത്ത് സിബിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് ഞാൻ കാണിച്ചു തരാവേ. കാണിക്കോ, ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പം നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ? അപ്പോൾ അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് പ്രൊവോക്കായി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അത് ഇവിടെ എടുക്കാൻ പറ്റില്ല, അതൊരു ഷോ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ സിബിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണത്. അത് പറ്റിപ്പോയ മിസ്റ്റേക്കാണ്. അതായത് ആ ദേഷ്യം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിച്ചു പോയ സംഭവം. അപ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടക്കില്ല, അങ്ങനത്തെ കേസൊന്നും ഇവിടെ നടക്കില്ല, അത് ഷോ ആണ്, ആൾക്കാർ കാണുന്ന ഷോ ആണെന്നൊക്കെ പറയുന്നത്. അപ്പം സിബിന് അതിന് മാപ്പൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ സിബിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഓൾറെഡി പവർ ടീമിലായിരുന്നു. പവർ ടീമിൽ നിന്ന് സിബിനെ മാറ്റി, മാത്രമല്ല നോമിനേഷൻ ഇട്ടിട്ടു. അപ്പോൾ ഇതാണ് സിബിന് കൊടുത്ത പണിഷ്മെൻറ്റ്. അവരുടെ ടീമിലുള്ള ആൾക്കാർ സന്തോഷം കൊണ്ട് ക്ലാപ്പ് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സിബിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. സിബിൻ ചെയ്ത തെറ്റ് തന്നെയാണ്. സിബിനോട് എനിക്ക് ഇഷ്ടമാണ്. സിബിൻ്റെ പ്ലേയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്, ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ അപ്പുറം ഈ ബിഗ് ബോസിൽ പല ആൾക്കാരും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്ത പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സിബിന് കൊടുക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല. സിബിന് എന്താ എല്ലാവർക്കും എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. സിബിന് മാത്രം പണിഷ്മെൻറ്റ്, മറ്റുള്ളവർക്കൊന്നും പണിഷ്മെൻ്റ് ഇല്ല. വളരെ മോശമായിട്ട് പല ആളുകളും അതിൽ നിന്ന് പല രീതിയിലുള്ള വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യം തന്നെ ഋഷി മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ആ സമയത്ത് തന്നെ മോഹൻലാൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, പല ആൾക്കാരും ഇതുപോലെ തന്നെ പല വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്കൊന്നും പണിഷ്മെൻ്റ് ഇല്ലല്ലോ, എന്താ സുബിന് മാത്രം എന്നുള്ളത്. സത്യത്തിൽ എനിക്കും ചോദിക്കാനുള്ള കാര്യം അത് തന്നെയാണ്. കാരണം എന്താണ് സുബിന് മാത്രം പണിഷ്മെൻറ്റ് കൊടുക്കാൻ കാരണം? സുബിന് എന്താണ് എന്തെങ്കിലും ഡിസ്ക്രിമിനേറ്റും കാര്യങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ, ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്തു. അത് വളരെ മോശമാണ് സത്യത്തിൽ. കാരണം എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. സുബിന് മാത്രം പണിഷ്മെൻറ്റ്, ബാക്കിയുള്ളവർക്ക് പണിഷ്മെൻ്റ് ഇല്ല. ഇറ്റ്സ് വെരി ബാഡ്. പിന്നെ അത് മാത്രമല്ല, സുബിന് അതിന് ശേഷവും ഈ ജാസ്മിനും നൂറയും റസ്മിനും ഈ ടീം പാത്രം കഴിപ്പിക്കുക, വെസൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വേറെയും പണിഷ്മെൻറ്റ് കൊടുക്കുക, ഇതൊക്കെ വളരെ മോശമാട്ടോ. 3 days എങ്ങാനും അവരെ കൊണ്ട് സുബിനെ കൊണ്ട് വെസൽ ക്ലീൻ ചെയ്യിപ്പിക്കുന്ന ജോലി, ഇതൊക്കെ വളരെ മോശമാണ്. ഇങ്ങനത്തെ പണിഷ്മെൻറ്റൊക്കെ സുബിന് കൊടുക്കുക. ഓൾറെഡി നോമിനേഷനിലിട്ടു, പവർ ടീമിൽ നിന്ന് മാറ്റി, പിന്നെയും പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരാളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് മെൻ്റലി ഭയങ്കര അധികം ആളെ ഡൗൺ ആക്കുന്ന രീതിയിൽ. ഇതുകൊണ്ട് തന്നെ ആൾ മൊത്തത്തിൽ ഡൗൺ ആയി. സത്യത്തിൽ വളരെ മോശമാണ്. ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ആൾക്കാരുടെയും കളികൾ ഇഷ്ടമല്ല. അതൊക്കെ വളരെ മോശമായിട്ട് ആൾക്കാർ ടാർഗറ്റ് കൊണ്ട് ഡൗൺ ആക്കിക്കൊണ്ട് മെൻ്റലി ഡൗൺ ആയിക്കൊണ്ട് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യത്തിൽ എനിക്ക് അവരോട് ഒരു അഭിപ്രായമില്ല, ഇഷ്ടമല്ല. ഓക്കെ, പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ സുബിൻ ജസ്റ്റ് ആദ്യം കാണിച്ചു എന്നുള്ളൂ. പക്ഷേ അതിൽ പല ആൾക്കാരും വാക്കുകൾ പല രീതിയിലുള്ള ബാഡ് വേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, സുബിൻ വെച്ച് നോക്കുകയാണെങ്കിൽ, സുബിൻ ആക്ഷൻ കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് സുബിൻ്റെ ആക്ഷൻ ഒന്നുമല്ല. ഓക്കെ, പക്ഷെ അവർ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബിഗ് ബോസ് എന്തുകൊണ്ട് കാണുന്നില്ല? അല്ലെ ബിഗ് ബോസ് എന്തുകൊണ്ട് അതിനുള്ള പണിഷ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ സുബിന് മാത്രം എന്തുകൊണ്ട് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു? എനിക്കത് മനസ്സിലാവുന്നില്ല. സുബിന് അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര വലിയ തെറ്റൊന്നും സുബിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ അത് വളരെയധികം ഡിസ്ക്രിമിനേറ്റീവായിട്ടുള്ളത്. ഇതിലിപ്പോൾ എന്താണ് ഇത്ര മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഇപ്പോൾ ഇതിലുള്ളൊരു മിസ്റ്റേക്ക് എന്നുള്ളത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിലിപ്പോൾ സുബിൻ ഓൾറെഡി മാപ്പും പറഞ്ഞു. ജാസ്മിന് ഭയങ്കര റേസ് ചെയ്യുന്നു. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓവർ ഷോ, വേറെ ഒന്നുമല്ല. സത്യത്തിൽ ജാസ്മിൻ വളരെ ഓവർ ഷോ കാണിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതാണ് സംഭവം. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ മോഹൻലാലും ബിഗ് ബോസും കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാരെ തരം തിരിച്ചുകൊണ്ട് ഒരിക്കലും പാടില്ല. എല്ലാവരും ഒരുപോലെ പരിഗണിക്കുക, എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. പണിഷ്മെൻ്റ് ആയാലും എന്തായാലും ഒരുപോലെ കൊടുക്കുക. എനിക്ക് അതേ പറയുന്നത്. ഓക്കെ ഗൈസ്, പോയിൻ്റ് ഒക്കെയാണ്. സീൻ അനദർ വീഡിയോ.